സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് മുസ്ലിം ലോകത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫിറൗനെയും ഹാമാനെയും നമ്രൂദിനെയും ഒക്കെ ഇല്ലാതാക്കിയ അള്ളാഹു വീണ്ടും തൻ്റെ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. ലോക മുസ്ലിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുകയാണ്. അള്ളാഹു സർവശക്തനാണെന്നതിന്, യഥാർത്ഥ ദൈവമാണെന്നതിന് ഇതിൽ പരം ഒരു തെളിവ് ആവശ്യമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തകർന്ന ലിംഗം ശരിയാക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അള്ളാഹു കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ലിംഗം ശരിയാക്കാനൊന്നും പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 45,000-ഓളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ യുക്രൈനിലും ആഫ്രിക്കയിലും ലോകത്ത് അങ്ങനെ പലരും ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൊല്ലപ്പെടുന്നുണ്ട്, പരസ്പരം യുദ്ധത്തിലേക്ക് കൊല്ലപ്പെടുന്നുണ്ട്. അതിനൊന്നും അള്ളാഹു കെയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു മുസ്ലിങ്ങളുടെ ദൈവമാണ്. അപ്പോൾ മുസ്ലിങ്ങൾ വിഷമിക്കുമ്പോൾ അള്ളാഹു അതിനെതിരെ പ്രവർത്തിക്കും. സുഡാനിൽ അവിടുത്തെ മിലിറ്ററിയും പാരാമിലിറ്ററിയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ ഒരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. അതൊന്നും അള്ളാഹുവിന് വിഷയമല്ല. പക്ഷേ ഇത് ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമാണ്. അതിലൊരുപാട് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. സൗദി പോലെയുള്ള മക്കയും മദീനയും അടങ്ങുന്ന രാഷ്ട്രങ്ങൾ അള്ളാഹു പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്. മാത്രവുമല്ല, ഇസ്രായേലിലോട്ട് മിസൈൽ വിടുന്ന ഹൂത്തികളെ തുരത്താനും സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങളെ കൊന്ന മസ്ജിദുൽ അഖ്സ കീഴടക്കുക 45,000 മനുഷ്യർ മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന് വലിയ സംഭവമൊന്നുമല്ല. കാരണം ഇസ്ലാമിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഷിർക്കാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ളതാണ്, കുഫറാണ്. അപ്പോൾ ഇസ്ലാമിലെ പുണ്യമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ, നബി ആകാശത്തോട്ട് പോകുമ്പോൾ സുലൈമാൻ നബി മൂസാ നബിയുമൊക്കെ ആയിട്ട് ഒന്നിച്ച് നമസ്കരിച്ച സ്ഥലം, അതാണ് മസ്ജിദുൽ അഖ്സ. അസ്റാ ലി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദുൽ ഹറാമി എന്നൊക്കെയുള്ള സൂറത്തുൽ ഇസ്രായിലെ ഒരായത്തുണ്ട്, തുടങ്ങുന്ന ആയത്തുണ്ട്. അപ്പം അതിൽ പരാമർശിക്കപ്പെട്ട ഒരു പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ. അപ്പം ആ പള്ളിയിൽ കയറി അല്ലെങ്കിൽ അത് കീഴടക്കി അത് നിയന്ത്രിക്കുന്നതൊക്കെ വൻ പാപമാണ്. ആ പാപമൊക്കെ ചെയ്ത ഇസ്രായേൽ പ്രധാനമന്ത്രി അപമാനിതനായിരിക്കുകയാണ്. പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രമുള്ളൊരു സാധനമാണെന്നൊക്കെയാണ് പറയുന്നത്. ബാക്കിയൊക്കെ ബയോളജിക്കൽ ഡോക്ടറൊക്കെ നോക്കേണ്ട കാര്യമാണ്. എന്തായാലും പ്രത്യുൽപാദന സംബന്ധിയായ സംഗതിയാണ്. അപ്പോൾ അത് നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. പിന്നെ ചില ആളുകൾ അവിടുത്തെ കോടതിയുടെ ശിക്ഷ ഭയന്നിട്ട് നടപടികളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയതാണ് എന്നാണ് വിശ്വസിക്കാൻ ഇഷ്ടം. കോടതി നടപടികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ശ്രമങ്ങളിൽ ഒന്നാണ് യുദ്ധം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതും അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെയുള്ള മന്ത്രിമാരുടെ അടവുകളൊക്കെ കാണാറുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നത്, ഒരു ഇസ്ലാം മത വിശ്വാസി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്, സർവ്വലോക രക്ഷിതാവായ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു, ബദർ യുദ്ധത്തിൽ മലക്കുകളെ ഇറക്കിയ അള്ളാഹു പ്രവർത്തിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെല്ലാവരും ഇസ്ലാമായി ആഖിബത്ത് നന്നായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.